بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അബുദാബി ഇസ്ലാഹി സെൻറ്ററിൽ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ ആമുഖമായി ഏത് നാട്ടിൽ ചെന്നാലും നമ്മളുടെ ദീനീ രംഗത്ത് വളരെ സജീവമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ പരിശ്രമങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മദ്രസകൾ, ഇത് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ, മുബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നിബിഡമായ മേഖലകളിലുള്ള റബ്ബിൻ്റെ വിധിവിലക്കുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. എല്ലാ മേഖലകളും, അതിൽ എല്ലാ വശങ്ങളും പെടുന്നുണ്ട്. ഇബാദത്തുകൾ, ഒന്നാമതായി അവൻ്റെ ഇഅ്തിഖാദ്, രണ്ടാമതായി അവൻ്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട്, മൂന്നാമതായി അവൻ്റെ മുആമലാത്തുകളുമായി ബന്ധപ്പെട്ട്, നാലാമതായി ജിനായാത്തുകളുമായി ബന്ധപ്പെട്ട്, അഞ്ചാമതായി അലാഖാത്തുൻ ദുവലിയ, രാഷ്ട്രങ്ങളും ആ രാഷ്ട്രങ്ങളുടെ പരസ്പരമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പോലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസതലം, ആരാധനയുമായി ബന്ധപ്പെട്ട തലം, ഇടപാടുകളുടെയും ക്രയവിക്രയങ്ങളുടെയും തലം, അതുപോലെ തന്നെ ക്രിമിനൽ ശിക്ഷാ നിയമങ്ങളുടെ തലം, ലോകരാഷ്ട്രങ്ങളുടെയും അതുപോലെ തന്നെ ഭരണകൂടങ്ങളുടെയും പരസ്പരമുള്ള നിയമ സംബന്ധമായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ പരസ്പരമുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ജൂതനായ ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലമക്കും നബിയുക്കും ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇസ്തിഹ്സ, പരിഹാസമാണ് അദ്ദേഹം ആ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി അഭിമാനത്തോടു കൂടി, നഅം, അതെ, അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തൽ ഖിറാഅ, എന്നിട്ട് പറഞ്ഞു, അല്ലാ നസ്തഖ്ബിലൽ ഖിബ്ലത വലാ നസ്തദ്ബിറഹ, മലമൂത്ര വിസർജന വേളയിൽ ഞങ്ങൾ ഖിബ്ലക്ക് മുന്നിടരുത്, പിന്നിടരുത് എന്ന് തുടങ്ങി ഞങ്ങൾക്ക് അനവധി നിയമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ ദീൻ സമ്പൂർണമായ ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി അവന് പഠിപ്പിച്ചു കൊടുക്കുന്ന നിയമ സംഹിതയാണ് ശരീഅത്ത് അല്ലെങ്കിൽ ശർഈയായ നിയമങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹിയിലൂടെ ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال يأتي على الناس زمان, ആളുകൾക്ക് ഒരു കാലഘട്ടം വരും, لا يبالي المرء ما أخذ منه أمن الحلال أم من الحرام,
താൻ സമ്പാദിച്ചതും സ്വരൂപിച്ചതും ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഇതൊന്നും പരിഗണിക്കാത്ത ഒരു കാലഘട്ടം ആളുകൾക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ വളരെയധികം സാമ്പത്തിക രംഗത്ത് നമ്മൾ സൂക്ഷ്മത പുലർത്തണം. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ധനത്തെ അന്യായമായി കൈവശപ്പെടുത്തരുത്, അന്യായമായി ഭക്ഷിക്കരുത്, പരസ്പരം തൃപ്തിയുള്ള കച്ചവടങ്ങളിലൂടെയല്ലാതെ. അതുപോലെ തന്നെ അനവധി സ്ഥലങ്ങളിൽ, എത്രത്തോളം എന്നാൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടു വന്ന വചനങ്ങൾ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഇക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അളന്ന് കൃത്യമായി വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, വിൽക്കുന്നവൻ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വാങ്ങിക്കുന്നവനും മറ്റൊരുത്തൻ്റെ വസ്തുവിനെ വില കുറച്ച് കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വസ്തു ഒരാൾ പറഞ്ഞ വിലക്ക് ആണെങ്കിൽ വാങ്ങാം. ഇനി നമുക്ക് വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ വസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനവധി വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക രംഗത്തൊരു മനുഷ്യൻ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും സുപ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ സമ്പാദ്യവും അതിൻ്റെ വിനിയോഗവും, ഇത് രണ്ടും റബ്ബിൻ്റെ നിയമങ്ങൾ അവൻ പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അവനുണ്ടാകും, ദുനിയാവിലും ആഖിറത്തിലും. അതിൽ ഒന്നാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പാദ്യം ഹലാലായില്ലെങ്കിൽ എന്താ. അപ്പം അങ്ങനെ ഹലാലായില്ലെങ്കിൽ എന്താ അവന് പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ ദുആഇന് ഉത്തരം ലഭിക്കുകയില്ല, പടച്ച റബ്ബ് അവനെ കേൾക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സമ്പത്ത് എത്ര ശുദ്ധമാകുന്നുവോ അത്ര കണ്ട് അവൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഅദ് അത്ബ് മത്അമക് തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നീ നിന്റെ ഉപജീവനം ഹലാലാക്കിയാൽ, ത്വയ്യിബാക്കിയാൽ, തകുൻ മുസ്തജാബദ് ദഅവ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ യുതീലു സഫർ അശ്അഥ അഗ്ബർ, സുദീർഘമായ യാത്ര ചെയ്ത് സടകുത്തിയ മുടിയും അതുപോലെ തന്നെ പൊടി പുരണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ വരികയാണ്. അപ്പോൾ ആ യാത്രയുടെ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന അവസ്ഥയിൽ അയാളുള്ളത്. യാത്രക്കാരനാണ്, യാത്രക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. യർഫഉ യദൈഹി ഇലസ്സമാഇ യഖൂലു യാ റബ്ബി യാ റബ്ബ്, തൻ്റെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അയാൾ യാ റബ്ബ് യാ റബ്ബ് എന്ന് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, അതിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ആ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, അയാൾ യാത്രക്കാരനാണ്, മാത്രമല്ല അങ്ങേയറ്റത്തെ പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കൈകൾ അയാൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ റബ്ബ് അതിനൊരു മറുപടി നൽകാതെ മടക്കുകയില്ല എന്ന ഹദീസ്. അപ്പോൾ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് യാ റബ്ബ് എന്ന് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാ കാരണങ്ങളുണ്ടെങ്കിലും ശരി, മുത്തറാണ്, മുസാഫിറാണ്, കൈകൾ ഉയർത്തിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, എങ്കിലും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം മത്അമുഹു ഹറാം, ഭക്ഷിക്കുന്നത് ഹറാമാണ്, വമഅകലുഹു ഹറാം, കഴിക്കുന്നത് ഹറാമാണ്, വമശ്റബുഹു ഹറാം, കുടിക്കുന്നത് ഹറാമാണ്, മൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്നതും ഹറാമാണ്, വഗുദിയ ബിൽ ഹറാം, അവനെ വളർത്തപ്പെട്ടതും ഹറാമിലൂടെയാണ്.
ഫഅന്നാ യുസ്തജാബു ലഹ്. പിന്നെ എങ്ങനെയാണ് റബ്ബ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അയാളുടെ ഉപജീവനം എന്തായിരിക്കണം? ഹലാലായിരിക്കണം. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ്റെ സാമ്പത്തിക രംഗം സംശുദ്ധമാകേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. സുഹ്തിൽ നിന്ന് വളർന്ന ഓരോ ഇറച്ചിക്കും ഏറ്റവും ഉചിതമായത് നരകമാണ്. അന്യായമായ ധനത്തിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന്, സമ്പാദനത്തിൽ നിന്ന് വളർന്ന ഇറച്ചിക്ക് ഏറ്റവും ഉചിതം നരകമാണ്. ഗൗരവമുള്ള വാക്കുകളാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിലേക്ക് ഹറാമായ ഒന്നും തന്നെ കടന്നു വരരുത് എന്നൊരു കണിശത അവന് അനിവാര്യമായി ഉണ്ടായിരിക്കണം. അത് അവൻ്റെ ജീവിത ലക്ഷ്യമായ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവന് അനിവാര്യമാണ്. ബാക്കിയുള്ള എല്ലാം നശ്വവും. ഈ സമ്പാദിച്ച സമ്പാദ്യവും നമ്മളിവിടെ ഉപേക്ഷിച്ചു പോകും. പക്ഷെ അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി ഉപയോഗിച്ചുവെന്നുമുള്ളതിനെക്കുറിച്ച് റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറുപടി പറയേണ്ടി വരും. അവൻ തൻ്റെ ധനം എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും അതെന്തിനു വേണ്ടി വിനിയോഗിച്ചുവെന്നും റബ്ബിൻ്റെ മുന്നിൽ അവൻ തീർച്ചയായും മറുപടി പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏത് വിഷയമാണെങ്കിലും, എത്ര ആധുനികമായാലും, ലോകം ഇനി എത്ര ഡെവലപ്പ് ചെയ്താലും, ഏത് കാലത്തേക്ക് നമ്മൾ സഞ്ചരിച്ചാലും, അവിടെ അനിവാര്യമായി ശറഇന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാ മുസ്ലിമും എന്താണ്? ബാധ്യസ്ഥനാണ്. അത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അങ്ങേയറ്റത്ത് പരിശ്രമം ആവശ്യമാണ്. സ്വഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. വരും കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻകാലത്ത് വരുന്ന വിശ്വാസികൾക്ക് അൽ ഖാബിദു അലാ ദീനിഹി, തൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവൻ കൽ ഖാബിദി അലാ ജംർ, അവനൊരു കനൽ കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും. ദീനാണ് താഴെ വെക്കാൻ പറ്റില്ല, പക്ഷെ പിടിച്ചത് കനലാണ്, ചൂടുകൊണ്ട് പിടിക്കാനും കഴിയുന്നില്ല എന്ന പോലെയുള്ള അവസ്ഥയായിരിക്കും. ആ ദീനനുസരിച്ച് ജീവിക്കുന്നവൻ ഒരുപാട് വിമർശനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മറ്റുള്ളവരിൽ നിന്നവൻ കേൾക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ശറഈയായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമം അവൻ്റെ മുന്നിലുണ്ടെങ്കിൽ വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അവൻ തയ്യാറാകുകയാണെങ്കിൽ അള്ളാഹു അവനൊരു വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്നു മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പോലും കരുതിയിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പ് തരാം. മൂന്നാമത്തെ കാര്യം, ഹറാമായ ഉപജീവനം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് അയാൾക്ക് മുഹിഖത്ത് ബറകത്തു, അവൻ്റെ സമ്പത്തിൽ നിന്ന് എന്തു പോകും? ബറക്കത്ത് നഷ്ടപ്പെടും. ധനം ഉണ്ടാവും, പക്ഷെ സന്തോഷം ഉണ്ടാവില്ല. ധനം ഉണ്ടാവും, പക്ഷെ അയാളുടെ പ്രയാസങ്ങൾ നീങ്ങില്ല. ആ ധനം അയാൾക്ക് ഉപകരിക്കില്ല. അതുകൊണ്ടാണ് ബറക്കത്ത് നഷ്ടപ്പെടും. എന്തിനാ ഒരു മനുഷ്യന് ധനം? സമ്പത്ത് എന്തിനാ? ആ സമ്പത്ത് കൊണ്ട് അവന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ലെങ്കിൽ അവൻ ആ സമ്പത്ത് ഇല്ലാതിരിക്കുന്ന നല്ലത്. ഒരു മനുഷ്യന് തൻ്റെ സമ്പത്ത് കൊണ്ട് ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടുകളാണ് സമ്പത്ത് കൊണ്ട് ലഭിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു സമ്പത്ത് ഇല്ലാതിരിക്കലാണ് അവനെന്ത് ഖൈർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവൻ ആ ഉള്ള അവസ്ഥയേക്കാൾ എത്രയോ സന്തോഷവാനായിരിക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ധനത്തിൽ ബറക്കത്ത് നൽകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന് ഇജ്തിനാബുൻ നവാഹി, നിഷിദ്ധമായ കാര്യങ്ങളെ നമ്മൾ ആ ധനത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് അകറ്റി നിർത്തണം.
മറ്റൊന്ന് ഇത്തിബാഉൽ അവാമിർ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ആ ധനത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പാലിക്കും വേണം. ഒന്ന് നമുക്ക് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ധനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കലരാൻ പാടില്ല. അതിലുള്ള സൂക്ഷ്മത നമ്മൾ പുലർത്തണം. അതുപോലെ ആ ധനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർബന്ധമായി നമ്മൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. സകാത്ത് കൃത്യമായിട്ട് കൊടുക്കണം, അഗതികളെ, അനാഥകളെ, ദരിദ്രരെ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളെ, മക്കളെ, അതുപോലെ തന്നെ തൻ്റെ ആശ്രിതരെ അവരെ സംരക്ഷിക്കേണ്ട, സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നഫഖത്ത്, ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് നിർവഹിക്കുകയും നിറവേറ്റുകയും എന്ത് ചെയ്യണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ധനത്തിൽ, അവൻ്റെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകും, ബറക്കത്ത് വർദ്ധിക്കും. മാത്രമല്ല അതിലൂടെ അവന് സന്തോഷവും ആനന്ദവും ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ ദാനം നൽകുമ്പോൾ കയ്യിൽ നിന്ന് നൽകുകയാണെങ്കിലും അതിലൂടെ അവന് ലഭിക്കുന്നത് മുഴുവനും വർധനവാണ്. മാ നഖസത് സ്വദഖത്തുൻ മിൻ മാലി, ദാനധർമ്മങ്ങൾ കാരണത്താൽ ഒരു മനുഷ്യൻ്റെ ഈ സമ്പത്തിൽ എന്തു വരില്ല, കുറവുകൾ വരികയില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, നിഷിദ്ധമായ കാര്യങ്ങൾ കലർന്നാൽ തൻ്റെ ധനത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എത്ര കണ്ട് പാലിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു അത്ര കണ്ട് അള്ളാഹു എൻ്റെ ധനത്തിൽ എനിക്ക് ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. എത്ര വലിയ സമ്പന്നനായാലും അള്ളാഹു സുബ്ഹാനഹു ഒരു ചെറിയ രോഗം കൊണ്ട് പരീക്ഷിച്ചാൽ മതി, അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടാൻ. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു അതിൽ ബറക്കത്ത് നൽകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ആതൈതും മിർ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ ധനത്തിൽ, സമ്പാദ്യത്തിൽ കുറച്ച് നേട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഇപ്പോൾ ബക്കാലകളിലൊക്കെ അല്ലെങ്കിൽ വേറെ ഇനി സൂപ്പർ മാർക്കറ്റുകളിലോ മറ്റോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സിലാവുമ്പോൾ അതിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മുന്നിൽ ചില വിഷയങ്ങൾ വരും. അത് പാടുണ്ടോ പാടില്ലേ നമ്മൾ പറയും. ഇപ്പോൾ സിഗരറ്റ് കാര്യങ്ങൾ നമ്മൾ വിറ്റില്ലെങ്കിൽ ഷോപ്പിൽ എങ്ങനെയാണ് ആൾക്കാർ വരിക? സാധനം വാങ്ങാൻ ആൾ വരണമെങ്കിൽ സിഗരറ്റ് വിറ്റാലേ വിജയിക്കുള്ളൂ. ആരാ ഈ തീരുമാനം എടുക്കുന്നത്? നമ്മൾ തന്നെ. നമ്മളൊരു കാര്യം തീരുമാനിക്കുകയും അതങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് നമ്മൾ വിധി എഴുതുകയും ശേഷം നമ്മൾ അതിന് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അത് അവിടെ ഒന്നോട്ടെ, കുറച്ചല്ലേ ഉള്ളൂ എന്നൊരു തീരുമാനത്തേക്ക് നമ്മൾ അങ്ങോട്ട് എത്തുകയും ചെയ്യാം. ഇവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സമ്പത്തിൽ വർധന ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പലിശയുമായി ഇടപെട്ടാൽ ഫലാ യർബു ഇൻദല്ലാഹ്, അവൻ്റെ കാഴ്ചയിൽ ചിലപ്പോൾ സമ്പത്ത് വർദ്ധിച്ചു എന്ന് അവന് കണ്ടു തന്നെ വിചാരിക്കാം. ഫലാ യർബു ഇൻദല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ പക്കൽ വിജയിക്കുകയില്ല. ഇനി ദുനിയാവിൽ വിജയിച്ചെന്ന് മനുഷ്യന് ഭൗതിക സാഹചര്യത്തിൽ തോന്നിയെന്ന് വിചാരിച്ചോളൂ. ഭൗതികപരമായിട്ട് പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് അയാൾ ഭയങ്കര വിജയം നേടിയെന്ന് ഒരാൾക്ക് തോന്നുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഭയങ്കര പലിശക്കാരനല്ലേ, പക്ഷെ നോക്കി നല്ല ഉഷാറല്ലേ, നല്ല ഉപയോഗിക്കണ വണ്ടി കണ്ടില്ല ഞങ്ങൾ, അതേപോലെ തന്നെ വീട് കണ്ടില്ലേ. ഫലാ യർബു ഇൻദല്ലാഹ്, അയാൾക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കൽ അവൻ വിജയിക്കുകയില്ല. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവെ നീ എനിക്ക് പ്രതിഫലം നൽകണമേ എന്ന് കൈകൊണ്ട് കൊടുക്കുന്നതിന് മുൻപ് മനസ്സുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊടുക്കുന്ന മനുഷ്യന്മാർക്ക് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അള്ളാഹുവിൻ്റെ പക്കൽ വർധനവ് ലഭിക്കുന്നവർ, ഇരട്ടിയാക്കപ്പെടുന്നവർ അവരാണ്. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഭൗതികമായി കാണുന്ന ഈ സമ്പത്തിൻ്റെ പെരുപ്പമാണ് വളർച്ച എന്ന് തെറ്റിദ്ധരിച്ചാൽ കഴിഞ്ഞു. കാരണം ഈ ജീവിതമാണ് ശാശ്വതമായ ജീവിതമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ഈ കാണുന്ന വളർച്ചയാണ് ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ആധിക്യമാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ഏറ്റവും നല്ല അനുഗ്രഹം ലഭിച്ച ആളെന്ന് പറയാനുള്ള അടിസ്ഥാനമെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാകുമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പലിശയുമായി ഇടപെടുന്നവർ ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കൽ അവൻ ഒരിക്കലും വിജയിക്കുകയില്ല. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ.
എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു മനുഷ്യൻ റബ്ബിൻ്റെ മാർഗത്തിൽ നൽകിയതായ സക്കാത്ത് അത് അവൻ്റെ ധനത്തെ ഇരട്ടിപ്പിക്കും. ദുനിയാവിലും എവിടെ? ആഖിറത്തും. വർധനവ് മാത്രമാണ് അവനുള്ളത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ എത്ര വചനങ്ങൾ, നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വഇദ് തഅദ്ദന റബ്ബുക്കും, അല്ലാഹു നിങ്ങളോടൊരു അനുവാദം ചോദിച്ചിരിക്കുന്നു. പടച്ച റബ്ബ് നിങ്ങളോടൊരു കാര്യത്തിൽ അനുവാദം എടുത്തിട്ടുണ്ട്. എന്താണ് അനുവാദം? അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതെല്ലാവരും അംഗീകരിക്കണം. എന്താണ് ആ കാര്യം? ലഇൻ ശകർതും, അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ, അഥവാ നമ്മളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പടച്ച റബ്ബ് നമ്മളോട് ചില നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു. ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ ലഅസീദന്നകും, അറബിയിൽ അദാത്തു തൗക്കീദ്, ലാമു കൊണ്ട് തൗക്കീദ് ചെയ്തു. ലഅസീദന്ന നൂനു തൗക്കീദ്, അത് ശദ്ദ നൂനു തൗക്കീദ്. അസ്സിയാദത്തു ഫിൽ മബ്ന സിയാദത്തുൻ ഫിൽ മഅന. അക്ഷരങ്ങൾ കൂടുന്തോറും അർത്ഥത്തിന്റെ വ്യാപ്തിയും കൂടും. അപ്പോൾ അറബി ഭാഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തന്നിരിക്കുക തന്നെ ചെയ്യും. ഇത് പടച്ച റബ്ബ് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ പൂർണ്ണമായിട്ടില്ലെങ്കിൽ അവന് പിന്നെ എന്താ അല്ലെ, എന്നാലും ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പടച്ച റബ്ബ് പറയും, ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ആരുണ്ട് കൂടെ? റബ്ബുണ്ട്. തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, അവിടെ പടച്ചോന്റെ സഹായം ഉണ്ടാവും. അപ്പോൾ മനുഷ്യന് അവിടെ പ്രയാസം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വലഇൻ കഫർതും, എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിഷേധിക്കാനാണ് നിങ്ങൾ മുതിരുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് മനുഷ്യൻ നീ മനസ്സിലാക്കിക്കോ. ഇത് അള്ളാഹു അനുവാദം എടുത്ത കാര്യമാണ്. നാളെ ആരും എന്ത് പറയരുത്? പരാതി പറയാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ ദീൻ നമുക്ക് നിർണയിച്ചു തന്ന നിയമങ്ങളിൽ അനുഗ്രഹമുണ്ട്, നമുക്ക് വേണ്ടിയാണ്. ഏതൊരു നിയമങ്ങളെപ്പോലെ സാമ്പത്തിക രംഗത്തും ഈ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ കാര്യവും നമുക്കറിയല്ലോ, ഇത് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് എനിക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മളുടേതായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, അൽഹംദുലില്ലാഹ്. അവിടെ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും ഒരു ഹൈറായ കാര്യം അൽഹംദുലില്ലാഹ്, പലപ്പോഴും നമുക്ക് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉള്ളൂ. പക്ഷേ നല്ല യുവാക്കളാവട്ടെ, ഇനി പ്രായം ചെന്നവരാവട്ടെ, പരമാവധി എത്രത്തോളം തൻ്റെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പുലർത്താൻ പറ്റുമോ അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇസ്ലാമികമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് പകരം ഇന്ന മാർഗം ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് ചോദിച്ച് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് മുൻകാലത്തെ അപേക്ഷിച്ച് ഒരുപാട് വർദ്ധിച്ചു വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ ഖൈറുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രണ്ട് കാര്യം ചിന്തിക്കണം. ഒന്ന്, ധനം എവിടെ നിന്ന് സമ്പാദിക്കുന്നു, അത് എവിടെ ചിലവഴിക്കുന്നു, വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്ലാമിൽ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സ് എന്ന് പറഞ്ഞു, യാ മഅ്ശറത്തുജ്ജാർ. യാ മഅ്ശറത്തുജ്ജാർ എന്ന് പറഞ്ഞാൽ, താജിർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് പറഞ്ഞ ബിസിനസ് മാൻ അല്ലേ, ഇന്നത്തെ ഭാഷ പറഞ്ഞ ബിസിനസ് മാൻ. അല്ലയോ കച്ചവടക്കാരെ. അതിൽ സദസ്സിലിരിക്കണ കച്ചവടക്കാരൊക്കെ ഒന്ന് ഒരു തലക്കുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന തുജ്ജാറ ഹുമുൽ ഫുജ്ജാറു യൗമൽ ഖിയാമ. കച്ചവടക്കാർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഫുജ്ജാറുകളായിരിക്കും. ഹദീസോടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പൊ പറയാൻ പറ്റില്ല, ക്ലിപ്പ് കൊടുന്ന മുറിച്ചിട്ട് പോവാ. ഏതായാലും
ഫുജ്ജാറുകളായിരിക്കും, അധർമ്മകാരികളായിരിക്കും, ഇല്ല ആരൊഴികെ. കാരണം അവരുടെ ഖില്ലത്ത് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? കച്ചവടം ചെയ്യുന്നവർ ഒരുപാടുണ്ടോ, പക്ഷേ അതിൽ സൂക്ഷ്മത പുലർത്തി നിയമങ്ങൾ പാലിച്ച് ചെയ്യാൻ സാധിക്കുന്നവരാരേ ഉണ്ടാവുള്ളൂ? കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ അത് സൂചിപ്പിക്കണമെങ്കിൽ എങ്ങനെ പറയണം? എല്ലാ കച്ചവടക്കാരും വളരെ ഉഷാറാണ്, കുറച്ച് ആൾക്കാർ ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓപ്പോസിറ്റ് മീനിങ് വരിക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. അതായത് കച്ചവടക്കാരിൽ ഒരുപാട് പേർ അന്ത്യദിനത്തിൽ അധർമ്മകാരികളായി വരും. ഇല്ലാ മൻ ബർറ വസദഖ, സത്യസന്ധമായും സുതാര്യമായും പുണ്യകരമായി കച്ചവടം ചെയ്യുന്നവരൊഴികെ. അപ്പോൾ നമ്മൾ കച്ചവടത്തിൽ ഘിഷ് പാടില്ല, ചതി പാടില്ല, വഞ്ചന പാടില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ അളക്കുന്ന അളവുകോൽ എന്തായിരിക്കണം? നീതിപൂർവകമായിരിക്കണം. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ സമ്പൂർണ്ണമായി പലിശയെ വെടിയാൻ നിങ്ങൾ തയ്യാറാകണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പലിശ വെടിയണം. അപ്പോൾ പലിശയുമായി അതിനെ ബന്ധപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇങ്ങനെ ചെയ്യുന്ന കച്ചവടക്കാർക്ക് എന്തുണ്ട്? കച്ചവടക്കാർ അവർക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല ഉപജീവന മാർഗം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, തൻ്റെ കൈ കൊണ്ടൊരു മനുഷ്യൻ അധ്വാനിച്ച് ഭക്ഷിക്കുന്നത് എന്താണ്? ഏറ്റവും നല്ല സമ്പാദ്യമാണ്. വകുല്ലു ബൈഇൻ മബ്റൂർ, പുണ്യകരമായ എല്ലാ കച്ചവടവും, പുണ്യകരമായ എല്ലാ കച്ചവടവും ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അനവധി മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് വിശ്വാസികൾക്ക് ഒരാളുടെ കച്ചവടം എങ്ങനെയായിരിക്കണം, കച്ചവടം ചെയ്യുമ്പോൾ വിൽക്കുന്നവനും വാങ്ങിക്കുന്നവനും എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നതുപോലും. റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബാഅ വ ഇദാ ഇശ്തറ, വിൽക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, മാനസികമായ ഒരു തുറന്ന മനസ്സോടുകൂടി, അല്പം വിശാലതയോടുകൂടി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട്? അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ കൃത്യമായി വിശ്വാസികൾക്കൊരു പാത തന്നിട്ടുണ്ട്. നമുക്ക് അതിലൂടെ നമുക്ക് സമ്പാദിക്കാം. ആ സമ്പാദ്യങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഒരുമിച്ച് കൂടിയ ഇൻഷാ അല്ലാഹ് ഈ ഒരു വിജ്ഞാന സദസ്സിൽ ഈ ഒരു ഭാഗം ഏകദേശം അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇശാ നമസ്കാര ശേഷം നമ്മൾ ഓരോ വിഷയങ്ങളിലോ അതിലുള്ള സംശയങ്ങൾ പരമാവധി നമുക്ക് അറിയുന്നു. ഇവിടെ നിൽക്കാനുള്ള ധൈര്യം എന്താ? അറിയുന്നതാണെങ്കിൽ അറിയുമെന്ന് പറയും, അറിയില്ല എന്നുള്ളതാണ് അറിയില്ല എന്ന് പറയും. അതാണ് അതിൻ്റെ നിൽക്കാനുള്ള ധൈര്യം. അപ്പം ചോദ്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. ഏറ്റവും സുപ്രധാനമാണ് ഞാൻ ഹലാലായ സമ്പാദിക്കണം എന്നുള്ള ഒരു കണിശത നമ്മുടെ മനസ്സിന് വളരെയധികം വേണം. കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം. ഇന്ന് പല രൂപത്തിൽ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ, അധികം പൈസ പോവലാട്ടോ. ഇനി അതുകൊണ്ട് ഈ മോഹിപ്പിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ വരും. സാധാരണ നിലയ്ക്ക് ചിലപ്പം ഈ വളരെ നല്ല നിലയ്ക്ക് അൽഹംദുലില്ലാ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നല്ല നിലയ്ക്ക് ജീവിച്ച, ഹലാലിലൂടെ ജീവിച്ച ആൾക്കാർ ഓരിപ്പോഴും സമാധാനമായിട്ട് കുട്ടികളും മക്കളും വീട്ടിൽ കയറി വന്നാൽ വളരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചിരിച്ചൊക്കെ ജീവിക്കുന്നുണ്ട്. അല്ലാതെ ഒരുപാട് വലിയ മോഹങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു പക്ഷേ ആളുകളുടെ മുന്നിൽ വലിയ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ഒരുപാട് തളർന്ന് കരയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ലൈസൽ ഗിനാ ബികത്റത്തിൽ അർദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്,
ഒരു മനുഷ്യന് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ആധിക്യമല്ല എന്ത്? സമ്പത്തിൻ്റെ ആധിക്യമല്ല ഒരാൾ ധനികനാണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. മറിച്ച് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, അവൻ്റെ നഫ്സ്, ആ നഫ്സിന് ഉള്ളതിൽ തൃപ്തിപ്പെടാനും റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും സാധിക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ എന്ത്? ധന്യത എന്ന് പറയുന്നത്. സ്വഹാബാക്കളിൽ ഒരുപാട് സ്വഹാബാക്കൾ വലിയ കച്ചവടക്കാരായിരുന്നു. അവരാ കച്ചവടത്തിലൂടെ നിങ്ങൾ ആലോചിച്ചോക്ക്, അവർ റബ്ബിൻ്റെ മാർഗത്തിൽ നൽകിയത് ഇരട്ടിയായി പടച്ച റബ്ബ് അവർക്ക് തിരിച്ചു കൊടുത്തില്ലേ? ഏത് കച്ചവടക്കാരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ മാർഗത്തിൽ നൽകുന്നതിന് പടച്ചോ ഇരട്ടിയായി എന്ത് ചെയ്യും? അവന് നൽകുക തന്നെ ചെയ്യും. ഒരു സ്വഹാബി പറയാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹുസ്സുനാ അല സ്വദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വദഖ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം മോട്ടിവേറ്റ് ചെയ്യും. സ്വദഖൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന വേളയിൽ വലാ യകൂനു അഹദുനാ ഇൻദഹു ദിർഹം, ഒരു ദിർഹം പോലും ഒന്ന് സ്വദഖ ചെയ്യാൻ കയ്യിലില്ലാത്ത അവസ്ഥയിലായിരിക്കും ഞങ്ങളിൽ പലരും. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പോൾ ആ ഹദീസ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ആ കാര്യം കേട്ടിട്ട് ഞങ്ങൾ അങ്ങാടിയിൽ പോയി ചുമടെടുത്ത് കിട്ടിയ ദിർഹം ദാനം ചെയ്തവരുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ദാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ ദാനം ചെയ്യാനുള്ള ഉത്സാഹം കാരണത്താൽ അങ്ങാടിയിൽ പോയിട്ട് ചുമടെടുത്ത് ദാനം ചെയ്തവരുണ്ട്. അന്ന് ആ ഒരു ദിർഹം ദാനം ചെയ്തവരിൽ പലരും ഇന്ന് 10,000-കണക്കിന് ദിർഹമുകളുടെ ഉടമയാണ് എന്നുള്ളത് എനിക്കറിയാം. അസ്ഹാബി പറയാണ്, അള്ളാഹുവിന് നൽകുന്നതൊന്നും എന്താവില്ല, വെറുതെ ആകില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാനധർമ്മം, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഒരാൾ 10 റുപ്യ കൊടുത്ത്, വേറൊരാൾ 10 ലക്ഷം കൊടുത്ത്, 10 രൂപ കൊടുത്തവൻ 10 ലക്ഷം കൊടുത്തവനേക്കാൾ ഉത്തമനാന്ന് പറഞ്ഞാൽ പറയും മൂപ്പര് വരുന്നവരെ കുഴപ്പമൊന്നുമില്ല, ഇനി പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ചിലപ്പം 10 ലക്ഷം കൊടുത്തവനേക്കാൾ ഉത്തമനാണ് ആര്? 10 രൂപ കൊടുത്തവൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു, അതെങ്ങനെ റസൂലേ സംഭവിക്കാൻ? ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കണക്ക് പ്രകാരം 10 ലക്ഷം കൊടുത്ത ആൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടണം, 10 റുപ്യ കൊടുത്താൽ കുറവ് പ്രതിഫലം കിട്ടണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ട്, ഈ 10 ലക്ഷം അവന് തുച്ഛമാണ്, അവനാ 10 ലക്ഷം കൊടുത്തത്. വേറൊരു മനുഷ്യൻ്റെ കയ്യിൽ ആകെ 20 രൂപ ഉള്ളൂ, ആകെ 20 രൂപ ഉള്ളൂ. ആ 20 രൂപയിൽ നിന്ന് 10 അവൻ ദാനം ചെയ്തപ്പോൾ 10 റുപ്യ കൊടുത്തതിൻ്റെ പ്രതിഫലം നല്ല അള്ളാഹു രേഖപ്പെടുത്തുക. തൻ്റെ കൈവശമുള്ളതിൻ്റെ പാതി കൊടുത്തവൻ്റെ പ്രതിഫലമാക്കി രേഖപ്പെടുത്തപ്പെടുക. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വിശാലമാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ ചില ആൾക്കാർക്കുണ്ടാവും മാഷാ അല്ലാഹ്, അവർക്ക് ധനമുള്ളതുകൊണ്ട് അത്ര ചിലവഴിക്കുമ്പോൾ പടച്ചവനെടുത്ത് ഒരുപാട് പ്രതിഫലം നമുക്കും കിട്ടും, അതിനേക്കാൾ പ്രതിഫലം കിട്ടും. നമ്മളുടെ കയ്യിലുള്ളതിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, കാരണം നമ്മൾ കൊടുക്കുന്ന സംഖ്യ അനുസരിച്ചല്ല പ്രതിഫലം, കൊടുക്കുന്ന മനസ്സും അതുപോലെ തന്നെ അയാളുടെ കൈവശം ഉള്ള സംഖ്യ എത്രയാണോ അതിൽ നിന്ന് എത്രയാണോ കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് അയാൾക്ക് പ്രതിഫലം ലഭിക്കും. ഇതൊക്കെ പടച്ചോ നമുക്ക് തന്ന ഒരുപാട് കാരുണ്യം ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന് ഇനി നമ്മൾ ദീനുൽ ഇസ്ലാമൊക്കെ മാറ്റി വെച്ചാൽ അവനവൻ്റെ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കണ്ടേ? മക്കൾക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, മാതാപിതാക്കൾക്ക് കൊടുക്കണം. ഇത് സ്വാഭാവികമായിട്ട് സാമൂഹിക പശ്ചാത്തലം അനുസരിച്ചിട്ടും ഒരാൾ കൊടുക്കേണ്ടി വരും. ദീനിൽ അത് നിർബന്ധമാണ്, കൊടുത്തില്ലെങ്കിൽ പാപി കൂടിയാകും, അത് വേറെ വിഷയം. അപ്പം ദീൻ അത് നിർബന്ധമാക്കിയപ്പം ഏറ്റവും അഫ്ളലായ സ്വതക്കയായി അതിനെ നിർണ്ണയിക്കുകയും ചെയ്തു. അപ്പം എന്തായാലും കൊടുക്കേണ്ടിയാണ്. പക്ഷെ ആ കൊടുക്കണേന് നിങ്ങൾക്ക് എന്തുണ്ട്? പടച്ചതെന്നോരോ കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ഒരുപാട് ദിനാറുകളെ കുറിച്ചിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, അതിൽ ഏറ്റവും അഫ്ളൽ അയാളുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അതൊരാൾ ഒരുപാട് കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും, തൻ്റെ സ്വന്തം വീട്ടിലെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെലവുകൾക്ക് വേണ്ടി ആ മനുഷ്യൻ ചെലവഴിച്ചതിനെ പടച്ചോ രേഖപ്പെടുത്തുന്നത് എങ്ങനെ?
ഏറ്റവും വലിയ ഉന്നതമായ സ്വതക്കയായിട്ട് അയാൾക്ക് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ സാമ്പത്തിക രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമ്പാദിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം. സമ്പാദിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സമ്പത്ത് ഉണ്ടാക്കാൻ ആ സമ്പത്ത് നമുക്കും നമ്മളുടെ കൂടെയുള്ളവർക്കും സമൂഹത്തിനും ഉപകരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് സ്ത്രീകൾക്കും ആവാം. സ്ത്രീകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ, സ്ത്രീകൾക്കും. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ എന്തായിരുന്നു? ആരായിരുന്നു? കച്ചവടക്കാരിയായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു നല്ല കച്ചവടക്കാരിയായിരുന്നു. അപ്പോൾ കച്ചവടം ചെയ്യുക, സാമ്പത്തികമായി വരുമാനം ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. കാരണം അതിലൂടെ ആർക്ക് ഉപകരിക്കും? അവർക്ക് ഉപകരിക്കും, കുടുംബത്തിന് ഉപകരിക്കും, സമൂഹത്തിന് ഉപകരിക്കും. അതായത് ഞാൻ ഇതിൻ്റെ നിഷിദ്ധങ്ങളുടെ അപകടങ്ങളൊക്കെ വശം പറയുമ്പോൾ ഒരാൾ തെറ്റിദ്ധരിച്ചു വരുന്നത് എന്നാൽ ഞാൻ ഒന്നും വേണ്ട, നമുക്ക് ഉള്ളതൊക്കെ ആയിട്ട് അങ്ങനെ പോവാം, സമ്പാദ്യമൊന്നും വേണ്ട എന്ന് വിചാരിക്കരുത്. പ്രതിസന്ധികളെ മറികടന്ന് ശറഈയായി ദീനിയായി നിയമങ്ങൾ പാലിച്ച് കച്ചവടം ചെയ്യാൻ വേണ്ടി ആര് മുന്നോട്ട് വരണം? നമ്മൾ മുന്നോട്ട് വരണം. അനിവാര്യമാണ്, അത് നിർബന്ധമാണ്. മാത്രമല്ല അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ഏറ്റവും ഉത്തമമായ സമ്പാദ്യങ്ങളിലൊന്നാണ്. നമ്മൾക്ക് പടച്ചവൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമെന്നുള്ള നിയത്ത് ഉണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സന്തോഷം അല്ലെങ്കിൽ സമാധാനം ലഭിക്കാൻ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു കാര്യം, ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. അഥവാ അള്ളാഹു നിനക്ക് നൽകിയ ധനത്തിൽ നിന്നും ആഖിറത്തിനു വേണ്ടി നീ എന്ത് ചെയ്യണം? ഒരു പങ്ക് മാറ്റി വെക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയ, അതിൻ്റെ അർത്ഥം ദുനിയാവിൽ ജീവിക്കുന്നിടത്ത് നീ അള്ളാഹു ഹലാലാക്കിയ അനുവദിച്ച കാര്യങ്ങൾ അനുഭവിക്കാതെ പോകണമെന്നല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല വസ്ത്രം അയാൾക്ക് ധരിക്കാം, നല്ല വാഹനം അയാൾക്ക് ഉപയോഗിക്കാം, നല്ല വീട് അയാൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നല്ല സമാധാനത്തിൽപ്പെട്ടതാണ് വിശാലമായ വീട്, നല്ല വാഹനം, അതുപോലെ തന്നെ സദ്വൃദ്ധയായ സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നും അനുഭവിക്കേണ്ടതാണോ ഈ പറയുന്നത്? അല്ല, അതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഭൗതികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ രംഗത്ത് ഒരു മനുഷ്യൻ ഞാൻ എന്നെന്നും ഇവിടെ ജീവിക്കും എന്നതുപോലെ അവൻ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അത് പരിശ്രമത്തിൻ്റെ കാര്യത്തിലാണ്, അത് ഹലാലും ഹറാമൊക്കെ കൂട്ടിക്കലർത്തി ചെലവാക്കുന്ന കാര്യത്തിലല്ല. സമ്പാദിക്കുന്ന കാര്യത്തിൽ അവൻ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പം നാളെ മരിച്ചോ എന്ന് ഒരാൾ വിചാരിച്ചാൽ അയാൾ സമ്പാദിക്കാറിങ്ങൂലല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി എനിക്കിത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ സമൂഹത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഉപകരിക്കും എന്ന അർത്ഥത്തിൽ അയാൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. എന്നാൽ അതേ സമയം ഒരാളെ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അയാൾ അധ്വാനിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടി അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സാമ്പത്തികമായി അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും ഉത്തമൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഅ്മിനായൊരു വ്യക്തി സാമ്പത്തികമായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ദരിദ്രനായ ഒരു വിശ്വാസിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ വ്യക്തി തന്നെയാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? രണ്ട് ഹദീസാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ല. നീട്ടുന്ന കൈയിനേക്കാൾ നൽകുന്ന കൈയാണ് ഉത്തമം. ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ്, സ്വഹാബാക്കൾ വന്നിട്ട്, ദരിദ്രരായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. സമ്പത്തിൻ്റെ ആൾക്കാർ മുഴുവൻ പ്രതിഫലക്കോല് കൊണ്ടുപോയി, ഞങ്ങൾക്ക് പ്രതിഫലമൊന്നുമില്ല റസൂലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ കബ്ബിറുല്ലാഹ് സബ്ബിഹൂഹു 33
വകബ്ബിറുഹു 33 വഹമ്മിദുഹു 33 അല്ലേ, അല്ലാഹു പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ നിങ്ങൾ 33 തവണ വീതങ്ങൾ ചൊല്ലുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. പിന്നെ ഇവർ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞെന്ന കാര്യം ഓലും അറിഞ്ഞ് അവരും ഇപ്പം അങ്ങനെ ചെല്ലാണ്. ആര്? പണമുള്ള ആൾക്കാർ. അവരിപ്പോൾ ഇരുന്നിട്ട് അങ്ങനെ ചൊല്ലാണ്. അപ്പോൾ ഒരു ദാനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ദിക്ർ അതുപോലും ചൊല്ലാൻ തുടങ്ങി. വീണ്ടും പ്രശ്നമായി. ഞങ്ങൾക്ക് ഈ പ്രതിഫലം ഓരെക്കാളും മുന്നിലെത്താൻ ഞങ്ങൾക്കൊരു നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹു അവൻ്റെ ഫദ്ലിൽ നിന്ന് ഓരോരുത്തർക്ക് നൽകുന്നതാണ്. അൽഹംദുലില്ലാഹ്, അയാൾക്ക് ധനം ലഭിച്ചു. ആ ധനം റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖും അയാൾക്ക് നൽകി. അത് പടച്ചോൻ കൊടുത്തൊരു ഫദ്ലാണ്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അയാൾ മുന്നിലെത്തും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ട. എത്രത്തോളം എന്നാൽ ലൗ ഖാമത്തി സാ, അല്ലാഹു റസൂൽ പറയാം, ലൗ ഖാമത്തി സാ. എന്താ ലൗ ഖാമത്തി സാ എന്ന് പറഞ്ഞാൽ? അസ്സാ എന്ന് പറഞ്ഞാൽ അന്ത്യസമയം, ഖിയാമത്ത് നാൾ. ലൗ ഖാമത്തി സാ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണ് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഹോളത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഹോസ്റ്റലിന് മുമ്പ് പിന്നെ ഉള്ള സമയത്ത് പള്ളിയിൽ സുബഹിസ്കരിക്കാൻ പോയപ്പം ഒരു സുഖമില്ലാത്ത ആളെ തോന്നുന്നുണ്ട്. ഇയാൾ പറഞ്ഞു ഖിയാമത്ത് നാളാണെന്ന് പറഞ്ഞു. അപ്പം മുഅദ്ദിന് ഇഖാമത്ത് കൊടുക്കുകയാണ്. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇയാൾ ഖുർആൻ വെക്കുന്ന റൈഹാൻ എടുത്ത് വന്നിട്ട് മുഅദ്ദിന് മാഫി സോല മാഫി സോല ഖാമത്തി സാ മാഫി സോല യല്ല യല്ല റൂഹു. അപ്പം എല്ലാവരും ഇവിടുന്ന് നീച്ചിട്ട് എല്ലാവരും പൊയ്ക്കോളി, നിസ്കാരമില്ലേ, ഖിയാമത്ത് നാളായി, ഇനി എങ്ങോട്ടാ നിസ്കാരം? അപ്പം അയാൾക്ക് സുഖമില്ല, അയാൾ സുഖമില്ലാത്ത ആൾ, ഞാൻ പറയാം. അപ്പോൾ ആൾക്കാരാകെ ബേജാറായി, ഇതെന്താ ഇത് പറയുന്നത്, ശരിയോ തെറ്റോ ഒന്നും അറിയില്ലല്ലോ, പെട്ടെന്നൊരു സിറ്റുവേഷൻ എന്ന് പറയണ മാതിരി. ഇപ്പം ഇവിടെ ഇപ്പം ഖിയാമത്ത് നാളാണ് പറഞ്ഞാൽ എന്തുണ്ടാവുക? എന്തായിരിക്കും? എല്ലാവരും ഓടായിരിക്കും, ഒരവസ്ഥയായിരിക്കും. സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഒന്നും വേണ്ട, ഭൂമി ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ചെറിയ പ്രകമ്പനം ഉണ്ടായി എല്ലാവരും ഉണ്ടാവും പുറത്ത്, ഇവിടെ ഒറ്റ ആളുണ്ടാവില്ല. ഞാനും ഉണ്ടാവും പുറത്ത്, ഞാനും ഉണ്ടാവില്ല. ശരിയല്ലേ? മനുഷ്യൻ്റെ അവസ്ഥയാണ് അത്രയും ഭയപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൗ ഖാമത്തി സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ പോലും, വഫി യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു തൈയുണ്ട് എങ്കിൽ, ഫഇൻ ഇസ്തതാഅ അൻ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ, അതൊന്ന് മണ്ണിൽ വെച്ചിട്ട് മരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ മണ്ണ് വെച്ചിട്ടേ മരിക്കാൻ പാടുള്ളൂ. ഈ ഹദീസിലൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഖിയാമത്ത് നാൾ സംഭവിച്ചു. ഈ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ നാളെ ലോകമില്ല, നമ്മളുമില്ല. തയ്യെന്നല്ല, മരം തന്നെ നട്ടിട്ടും കാര്യമില്ല. ഇനി തയ്യ് മരാവുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. എന്നിട്ട് അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ലൗ ഖാമത്തി സ്സാഅ വഫി യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാഅ അൻ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ, ആ തയ്യൊന്ന് മണ്ണ് കുത്തിയിട്ട് മരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ മരിച്ചോ? അതിനും എന്തുണ്ട്? അപ്പോൾ അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ, ഒന്ന് സാമ്പത്തികമായി ഇൻഷാ അല്ലാഹ് എനിക്കും എൻ്റെ ഉമ്മത്തിനും എൻ്റെ സമൂഹത്തിനും അഭിവൃദ്ധി ഉണ്ടാകണം എന്ന നിയ്യത്തോടു കൂടി ഒരു മനുഷ്യൻ അധ്വാനിക്കാൻ തയ്യാറായി വരുന്നതിന് തന്നെ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ചെയ്യണം, കച്ചവടം ചെയ്യണം, സാമ്പത്തികമായിട്ട് എങ്ങനെ ഇനി തനിക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കണം. മാത്രമല്ല അതിലൂടെ എങ്ങനെ എനിക്ക് മറ്റുള്ളവർക്ക് പരോപകാരങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അത് അനിവാര്യമാണ്. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ റബ്ബ് നമ്മളോട് പാലിക്കാൻ വേണ്ടി കൽപ്പിച്ച നിയമങ്ങൾ കൂടി പാലിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കയ്യിലുള്ളത് മുഴുവൻ, യബ്ന ആദം കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതു, ഖുദ്സിയായ ഹദീസാണ്. അല്ലയോ മനുഷ്യരെ, എല്ലാവരും ഈ ഭൂമിക്ക് വന്നത് എങ്ങനെ? നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലല്ലോ നമ്മൾ വന്നത്. വിവസ്ത്രരായാണ് മുഴുവൻ ആദമിൻ്റെ സന്തതിയും ഭൂമിയിലേക്ക് പിറന്നു വീണത്. ഇല്ലാ മൻ കസൗതു, ഇന്നും പടച്ച റബ്ബ് വസ്ത്രം നൽകിയവർക്കല്ലാതെ വസ്ത്രമില്ല. ആലോചിച്ച് നോക്ക്.
യബ്ന ആദം കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു. അല്ലയോ ആദമിൻ്റെ പുത്ര, എല്ലാവരും വിശക്കുന്നവനായിട്ടാണ് ഭൂമിക്ക് വന്നത്. ഇന്നും റബ്ബ് ഭക്ഷണം കൊടുത്തോനല്ലാതെ ബാക്കിയുള്ളവരെന്താ? പ്രയാസത്തിൽ തന്നെയാണ്. ഫസ്തക്സൂനി അക്സിക്കും, എന്നോട് നിങ്ങൾ വസ്ത്രത്തെ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വസ്ത്രം നൽകാം. ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. എന്ന് പറയാം. ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ സഈദി ജബലിൻ വാഹിദ് വസഅല കുല്ല വാഹിദിൻ മിൻഹും മസ്അലതഹു. നിങ്ങളെല്ലാവരും, ആദ്യം ജനിച്ച മനുഷ്യനും ഇനി ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും എല്ലാവരും ഒരു കുന്നുംപുറത്ത് കയറി, മനുഷ്യരും ജിന്നുകളും എല്ലാവരും അവർക്ക് ആവശ്യമുള്ള മുഴുവൻ പടച്ചവനോട് ചോദിക്കുകയാണ്. അള്ളാഹു ചോദിച്ചവർക്കൊക്കെ എന്ത് ചെയ്തു? അവർ ചോദിച്ചത് മുഴുവൻ കൊടുത്താൽ അള്ളാഹുവിൻ്റെ പക്കലുള്ളതിൽ നിന്ന് ഒരു കുറവും സംഭവിക്കുകയില്ല. ഇല്ലാ കമാ യുൻഖിസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ഒരു സൂചി ഇങ്ങനെ സമുദ്രത്തിൽ മുക്കുക, സമുദ്രം ഒരു സൂചി ഇങ്ങനെ മുക്കിയിട്ട് പുറത്തെടുത്താൽ ആ സൂചി കാരണത്താൽ സമുദ്രത്തിൽ എത്ര വെള്ളം നഷ്ടപ്പെടും എന്നതുപോലെ പോലുമുള്ള നഷ്ടം റബ്ബിൻ്റെ പക്കലുള്ളതിൽ നിന്ന് സംഭവിക്കുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏറ്റവും സുപ്രധാനം ദുആയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് റിസ്ക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഫജ്ർ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാർത്ഥന ഉണ്ട്, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ. എല്ലാ ദിവസവും ആരംഭിക്കുന്നത് അങ്ങനെ. അതിൻ്റെ അർത്ഥം എന്താ? ത്വയ്യിബായ റിസ്ക് അന്വേഷിക്കണം എന്ന ഹദീസിൽ തന്നെയല്ലേ? അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളവിടെ ഇരുന്ന അതൊരു സംഭവമുണ്ട്. ഇമാം മാലിക്കും ഇമാം ഷാഫിയും തമ്മിലൊരു ചർച്ച ഉണ്ടായി. അതായത് റിസ്ക് അധ്വാനിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള രൂപത്തിലൊരു ചർച്ച വന്നു. അപ്പോൾ ഇമാം ഷാഫി പോയി, അദ്ദേഹം ചുമടെടുത്ത് അധ്വാനിച്ചിട്ട് കാരക്ക കൊണ്ടുവന്നു ഇത് സ്ഥാപിക്കാൻ വേണ്ടി. ഇമാം മാലിക്കിനോട് പറഞ്ഞു, കണ്ടില്ലേ നിങ്ങളിവിടെ ഇരുന്ന് നിങ്ങൾക്ക് കാരക്ക കിട്ടിയില്ല, ഞാൻ പോയി അധ്വാനിച്ച് ചുമടെടുത്ത് എനിക്ക് കാരക്ക കിട്ടി. ഇമാം മാലിക് ആ കാരക്കനെടുത്തിട്ട് ബിസ്മില്ലാ കഴിച്ചു. ഞാനിവിടെ ഇരുന്ന് എനിക്കെൻ്റെ റിസ്ക് ഇവിടെ എത്തി, താങ്കൾക്കുള്ള റിസ്ക് താങ്കൾ പോയി അധ്വാനിച്ച് ലഭിച്ചു. പടച്ചോ നിശ്ചയിച്ചാൽ റിസ്ക് എങ്ങനെയും വരും, അത് വേറൊരു വിഷയമാണ്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ എങ്ങനെയും നൽകും. പക്ഷെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കാം. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിൽ ആ പരിശ്രമത്തിനൊരു വിജയം നൽകുകയും ചെയ്യും. ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക? റബ്ബിനോട് ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാനും സമ്പത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിൻ്റെ നിഅമത്തും ഉണ്ടാകാൻ വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. ഇത് ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുക. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.